ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ നോക്കി പരിപാലിച്ചു വരുന്ന നെൽകൃഷി ഇട്ടെറിഞ്ഞേച്ചാണ് സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിരിക്കുന്നത്. 7 മാസം ഞങ്ങൾ ചേറിലും വെയിലത്തിലും വെള്ളത്തിലുമൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ലാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു സംസ്കാരവുമില്ലാതെ വിളിച്ചു പറഞ്ഞു നെൽ കർഷകർ ഇവിടെ ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരുന്നത്. മ്ലേച്ഛത തോന്നുന്നു. അവരൊന്ന് ആലോചിക്കണം. അവർ ചോറിൽ കൈയിടണമെങ്കിൽ ഞങ്ങൾ ചേറി കൈയിട്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. എന്നിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. സർക്കാർ കർഷകനെ യാതൊരുവിധ പരിഗണനയും കൊടുക്കുന്നില്ല. ഇനി പറയാൻ പോകുന്നത് രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇനി ഞങ്ങളെ ചവിട്ടി തേച്ചാൽ ഒന്നും രണ്ടുമല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ 2.5 ലക്ഷത്തിലധികം വരുന്ന നെൽ കർഷക കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രതികരിക്കും. 32 നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് നെൽ കർഷകർ. നമസ്കാരം. പാടത്തും വരമ്പത്തും ചെളിയിൽ പണിയെടുക്കുന്ന കർഷകർ ഇപ്പോൾ ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് നെൽ കർഷകർ. അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. വിവിധ ജില്ലകളിൽ നിന്നും വന്ന നെൽ കർഷകർ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നെൽ കർഷകർ ഒരിക്കലും ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടിട്ടില്ല. കാരണം അവർ ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവരുടെ പ്രവൃത്തി അതിർവരമ്പുകൾ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് നെൽകൃഷി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് അവരുടെ സ്വഭാവത്തെയും ഒരു പരിധിവരെ സ്വാധീനിച്ചിരുന്നു. എന്നാൽ അങ്ങനെയുള്ള സങ്കുചിത മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ നെൽ കർഷകരും ഒരുമിക്കാനായിട്ടുള്ള ഒരു ഇടയായിട്ടുണ്ട്. അത് ഈ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. നമുക്കറിയാം 2021-22 വർഷം നെൽ കർഷകരിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച നെല്ലിൻ്റെ താങ്ങുവിലയിൽ 72 പൈസയാണ് കുറവ് വരുത്തിയത്. അങ്ങനെ കുറവ് വരുത്തിയ പൈസ ഏകദേശം 53,75 ലക്ഷം രൂപ വരും. അത് നെൽകർഷകൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്. 6 മാസത്തിലധികം ചെളിയിലും വെള്ളത്തിലും അതിലുപരി ആശങ്കയിലും കഴിയുന്ന നെൽ കർഷകൻ്റെ വിയർപ്പിൻ്റെ വിലയിൽ നിന്നാണ് 2021-22 വർഷം 53.75 കോടി രൂപ അപഹരിച്ചത്. അത് അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ച MSPയിൽ നിന്ന് ₹1.72 2022-23 വർഷം കുറച്ചു. ഒന്നും രണ്ടുമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനത നികത്താൻ ഈ നാട്ടിലെ പാവം നെൽ കർഷകൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇനത്തിൽ 125 കോടി രൂപയാണ് ഞങ്ങളുടെ പൈസ, ഞങ്ങളുടെ വിയർപ്പിൻ്റെ പൈസ ഈ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾക്ക് തരാതെ വകമാറ്റിയത്. 2023-24 വർഷം ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം രണ്ടാം കൃഷിയുടെ ഏകദേശം 50,000 കർഷകരിൽ നിന്ന് സംഭരിച്ച 1,27,000 മെട്രിക് ടൺ നെല്ലിൻ്റെ വിലയിൽ ₹3.15 1 കിലോ നെല്ലിന് വെച്ച് കുറച്ചിരിക്കുകയാണ്. ഇത് അനീതിയല്ലേ? ഇവിടെ ആർക്കെങ്കിലും 5 പൈസ സംസ്ഥാന ഗവൺമെൻറ് വർദ്ധിപ്പിച്ച് നൽകിയാൽ അതിൽ നിന്ന് കട്ട് ചെയ്യാൻ ഏതെങ്കിലും ഭരണകൂടം തയ്യാറാവുമോ? എന്തുകൊണ്ടാണ് നെൽ കർഷകരോട് ഈ അനീതി കാണിക്കുന്നത്? ഒന്നും രണ്ടുമല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ 2.5 ലക്ഷത്തിലധികം വരുന്ന നെൽ കർഷക കുടുംബങ്ങളുണ്ട്. ഇനി പറയാൻ പോകുന്നത് രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇനി ഞങ്ങളെ ചവിട്ടി തേച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രതികരിക്കും. 32 നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് നെൽ കർഷകർ. ഞങ്ങളുടെ സംരക്ഷണ സമിതിയിൽ, പാലക്കാട്ടെ സംരക്ഷണ സമിതിയിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങൾ ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളെ നിർബന്ധിക്കരുത്. 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് നെൽ കർഷകർ. മറന്നുപോകരുത്. ഞങ്ങളുടെ പണം 217 കോടി രൂപയാണ് നെൽ കർഷകരിൽ നിന്ന് ഈ 3 വർഷക്കാലമായിട്ട് അപഹരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? എന്നിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു സംസ്കാരവുമില്ലാതെ വിളിച്ചു പറഞ്ഞു നെൽ കർഷകർ ഇവിടെ ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരുന്നത്. മ്ലേച്ഛത തോന്നുന്നു. സ്വന്തം നാടിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൃഷിയും സംസ്കാരവും എന്നാണ് പറയുന്നത്. കൃഷിയില്ലെങ്കിൽ എവിടെയാണ് സംസ്കാരമുള്ളത്? നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മളുടെ മിക്ക ഉത്സവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലും മനസ്സിലാക്കാതെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നു കേരളത്തിൽ നെൽ കർഷകർ ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കുമെന്ന്. അദ്ദേഹം ഒന്ന് മറന്നുപോയി. അദ്ദേഹം ഈ പരുവം വരെ എത്താൻ ഈ കേരളത്തിലെ നെൽ കർഷകർ അക്ഷീണം വിളയിച്ച് നൽകിയ അന്നമുണ്ടിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ കസേര വരെ എത്തിയത്. ആഹാരം കഴിക്കണമല്ലോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും. വിശപ്പകലട്ടെ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ,
നെൽ കർഷകരോട് കാണിക്കുന്ന ഈ അവഗണന അവസാനിപ്പിക്കണം. അടിയന്തരമായി നെൽ കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ് ജാഗ്രത കാണിക്കണം. ഒരു വിട്ടുവീഴ്ച മനോഭാവം പോലും ഈ സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. സബ്സിഡി കിട്ടാൻ കിടക്കുക. പക്ഷേ ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നെല്ല് കൊടുത്താൽ കഴിഞ്ഞ സീസണിലൊക്കെ ഞങ്ങൾക്ക് 4-5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയത്. ഞങ്ങളുടെ ഭാര്യമാരുടെ കെട്ടുതാലിയും മക്കളുടെ സ്വർണവും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ വട്ടിപ്പലിശയ്ക്കും ഒക്കെ പൈസ കടമെടുത്താണ് ഞങ്ങൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 7 മാസം ഞങ്ങൾ ചേറിലും വെയിലത്തിലും വെള്ളത്തിലുമൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നെല്ലാണ്. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ വിവാഹം കഴിച്ച് അയക്കണം, വിദ്യാഭ്യാസം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിലും ഞങ്ങൾ ഈ നാടിനെ നന്മയെ ഓർത്ത്, അതായത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന നെല്ല് അതാണ് ഈ ആഹാരം, ഈ പിന്നെ കറങ്ങുന്ന ഫാനും കറങ്ങുന്ന കസേരയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും അവരൊന്ന് ആലോചിക്കണം. അവർ ചോറിൽ കൈയിടണമെങ്കിൽ ഞങ്ങൾ ചേറി കൈയിട്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ അനീതിക്കെതിരെ ഈ നാട് ഒട്ടും, അതായത് നാട്ടുകാർ മൊത്തം ഞങ്ങളുടെ കൂടെ അണിനിരക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സർക്കാർ ഇന്ന് കൃഷിക്കാരനോട് കാണിക്കുന്ന അവഹേളന പൊറുക്ക വയ്യാഞ്ഞിട്ടാണ് സമരവും അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള മെമ്മോറാണ്ടങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് നടയിലും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ കയ്യിലും കൊടുക്കാനായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നടന്നോ? എന്നിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. സർക്കാർ കർഷകനെ യാതൊരുവിധ പരിഗണനയും കൊടുക്കുന്നില്ല. കർഷകന് നെല്ല് വില ഇന്ന് 28 രൂപ 20 പൈസ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടെ ഉൾപ്പെടുത്തി കേരള സർക്കാരും കൂടെ കൂടി തരുന്നുണ്ട്. അതിൽ അവർ 31 രൂപ 50 പൈസ കിട്ടേണ്ട സാഹചര്യത്തിൽ ഇന്ന് 28 രൂപ 20 പൈസയാണ് സർക്കാർ തരാൻ. അതിൻ്റെ വിഹിതം വരെ സർക്കാർ അതിൽ നിന്ന് വരെ മാറ്റം ചെയ്ത് കുറവ് ചെയ്ത് ആണ് കൃഷിക്കാരനെ തടഞ്ഞു വിടുന്നത്. നാഷണൽ ബാങ്കിൽ ചിലവർ അക്കൗണ്ട് ഉണ്ടാവില്ല, പിന്നെ അക്കൗണ്ട് എടുത്താലും 10 ദിവസം വൈകും. അതൊരു വൈകലുണ്ട്. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കൃഷി ഇട്ടെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിതച്ചത് തൊട്ട് കൊയ്യുന്നവരെ നമ്മൾ സംരക്ഷിക്കണം. അതാണ് പ്രശ്നം. ഈ കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. രാത്രി അടക്കം കാവൽ കിടന്നിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രതീക്ഷ ഇല്ല, ഞങ്ങൾക്കില്ല. കുറേ ആയി ഇവർ പറയുകയല്ലാണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പൈസ ഉടൻ തരാമോ. മോദിയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. വരാൻ പോകുന്ന ബഡ്ജറ്റിൽ നെൽ കർഷക സംരക്ഷണ സമിതിയുടെയും പാലക്കാട് കർഷക സംരക്ഷണ സമിതിയുടെയും ഒന്നാമത്തെ ആവശ്യം റിവോൾവിംഗ് ഫണ്ട് വകയിരുത്തണം. ഞങ്ങളുടെ നെല്ലിൻ്റെ വില കേന്ദ്രം വർദ്ധിപ്പിച്ച 21 രൂപ 83 പൈസയും സംസ്ഥാന ഗവൺമെൻറ് വിവിധ ഘട്ടങ്ങളിൽ വർദ്ധിപ്പിച്ച് 9 രൂപ 52 പൈസയും ചേർത്ത് 31 രൂപ 35 പൈസ ഞങ്ങൾക്ക് ലഭ്യമാക്കണം. ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാരിനെതിരെ കോടതി വിധി വരെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന പ്രോസസ്സിംഗ് ചാർജിൽ നിന്ന് നെൽ കർഷകരുടെ കൈകാര്യ ചെലവ് പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് വഹിക്കണം. പമ്പിങ്ങിൻ്റെ സബ്സിഡി വളരെ വർഷങ്ങളായിട്ട് കുടിശ്ശികയിലാണ്. പമ്പിങ് ഏറ്റെടുത്ത് നടത്താൻ ഒരു കോൺട്രാക്ടർ മുന്നോട്ട് വരുന്നില്ല. കർഷകരായതുകൊണ്ടാണ് അവർ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. അവരെ ഇനി ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. പമ്പിങ്ങിൻ്റെ സബ്സിഡി അടിയന്തരമായിട്ട് വിതരണം ചെയ്യണം. പ്രൊഡക്ഷൻ ബോണസ് വർഷങ്ങളായിട്ട് കർഷകർക്ക് നൽകുന്നില്ല. RKVY നിർത്തലാക്കിയതിൻ്റെ പേരിൽ തുടങ്ങിയ സസ്റ്റൈനബിളിൻ്റെ ഭാഗമായുള്ള 5500 രൂപ കണക്കിലേ ഉള്ളൂ, കർഷകർക്ക് ലഭിക്കുന്നില്ല. ഞങ്ങളുടെ നെല്ലിൻ്റെ സംഭരിച്ച വില ഇതുവരെയായിട്ടും തന്നു തീർന്നിട്ടില്ല. മുതിർന്ന പൗരന്മാർക്ക് 2022-23 വർഷത്തെ സപ്ലൈകോയുടെ നെല്ല് സംഭരിച്ചതിൻ്റെ വില നൽകിയിട്ടില്ല. അങ്ങനെ ഒരുപിടി വിഷയങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ നോക്കി പരിപാലിച്ചു വരുന്ന നെൽകൃഷി ഇട്ടെറിഞ്ഞേച്ചാണ് സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് മുൻകൂറായി നെല്ല് സംഭരണത്തിനുള്ള വക ലഭ്യമാക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിനെ അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ കെടുകാര്യസ്ഥതയുണ്ടെങ്കിൽ അതിൽ ന്യായമായി ഇടപെടണം. നെൽ കർഷകർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തി ഞങ്ങളെ ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.